ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 19-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ്. പത്രോസ് യേശുനാഥനോട് ചോദിക്കുകയാണ്, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം വരെ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അപ്പോൾ യേശുനാഥൻ പറയുന്നത് 7 അല്ല, 70 പ്രാവശ്യം ക്ഷമിക്കണം. എന്നിട്ട് ഈ ക്ഷമയുടെ വലിയ പ്രത്യേകത കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഉപമ കൂടെ അവിടെ നിന്ന് അവരോട് പറയുന്നുണ്ട്. രാജാവിനോട് 10,000 താലന്തുകൾ കടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചും ആ മനുഷ്യൻ്റെ ദാസനെക്കുറിച്ചും, ആ ദാസൻ കടപ്പെട്ടിരുന്നതാകട്ടെ 100 ധനാറയുമാണ്. അപ്പോൾ ആ ഒരു ഉപമയിലൂടെ എത്രമാത്രം ക്ഷമിക്കേണ്ടത് മനുഷ്യജീവിതത്തിൽ ആവശ്യമാണെന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഉപമയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ ഉപമയ്ക്ക് മുൻപ് ഈ പത്രോസ് ഇത് ചോദിക്കുന്നത്, യേശുനാഥനോട് ചോദിക്കുന്നത്, അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന നിയമം തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് ക്ഷമിക്കുക, അത് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം എന്നതാണ് യഹൂദ നിയമം. യഥാർത്ഥത്തിൽ അവിടെ നിലനിന്നിരുന്ന യഥാർത്ഥ നിയമം കണ്ണിന് കണ്ണും പല്ലിന് പല്ലുമാണ്. അതായത് ക്ഷമിക്കുന്നതിനേക്കാൾ ഉപരി അതേ രീതിയിൽ തിരിച്ചു ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ നീതി. അപ്പോൾ ആ നീതിയെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ചില പഠനങ്ങൾ അന്നത്തെ റബ്ബിമാർ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2-3 പ്രാവശ്യമൊക്കെ ക്ഷമിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പത്രോസ് ആവട്ടെ കുറച്ചും കൂടി കരുണയുള്ള മനുഷ്യനായതുകൊണ്ട് യേശുനാഥൻ്റെ മുൻപിൽ അവൻ ചോദിക്കുന്നത് ഈ 3ൻ്റെ ഇരട്ടി 6, പിന്നെ ഒന്നുകൂടി ചേർത്ത് 7. അത് പത്രോസ് കയ്യിൽ നിന്ന് ഇടുന്നതാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ 7 പ്രാവശ്യം ക്ഷമിക്കട്ടെ. അപ്പോൾ യേശുനാഥൻ പറയുകയാണ് 7 അല്ല 70 പ്രാവശ്യം. അപ്പോൾ ഇത് ഇവരുടെ ഒരു പൂർവീക പാരമ്പര്യത്തിലെ കോപാഗ്നിയെ കുറിക്കുന്നൊരു പദം കൂടെയാണ്. കാരണം പഴയ നിയമത്തിൽ ഈ കോപത്തെക്കുറിച്ച് പറയും, ഒരു ലാമക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി പ്രതികാരത്തെക്കുറിച്ച് പറയുന്നത്, എൻ്റേത് 70 ഇരട്ടി ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ. അപ്പോൾ ഇതൊക്കെ ഈ ഇസ്രായേലിൻ്റെ ഒരു പൂർവിക പാരമ്പര്യമാണ് പ്രതികാരത്തെക്കുറിച്ച്. അപ്പോൾ അതിനെ നേരെ എതിരായിക്കൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, ക്ഷമിക്കുന്നത് 70 പ്രാവശ്യമായി നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണമെന്ന്. ഇനി ഉപമയിലേക്ക് തിരികെ വരുമ്പോൾ ഇവിടെ ആ കാര്യസ്ഥൻ ശിക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്? ഈ ഉപമയിലെ ദൈവം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ രാജാവിൻ്റെ സ്ഥാനത്താണ്. രാജാവ് ദൈവമാണ്. ആ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്ന കാര്യസ്ഥൻ നാം ഓരോരുത്തരുമാണ്. ഇനി നമ്മുടെ സഹോദരങ്ങളാണ് ഈ കാര്യസ്ഥനോട് കടപ്പെട്ടിരിക്കുന്ന അവൻ്റെ കീഴിലുള്ള ആ ജോലി ചെയ്യുന്ന വ്യക്തി. അപ്പോൾ ദൈവം, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നത് വലിയൊരു തുകയാണ്. ഇവിടെ 10,000 താലന്തെന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷത്തോളം ഈ വർഷങ്ങൾ ഒരു മനുഷ്യൻ പണിയെടുക്കേണ്ട ദിനക്കൂലിയാണ്. 2 ലക്ഷം വർഷങ്ങൾ പണിയെടുത്താലാണ് ഒരുത്തന് ആ പണം സമ്പാദിക്കാനാവുക. ഈ 10,000 താലന്തെന്ന് പറയുന്നത്, ഈ 100 ധനാറ എന്ന് പറയുന്നത് 100 ദിവസത്തെ ദിനകൂലിയാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ കൂലി വെച്ച് 100 ദിവസത്തെ കൂലി മാത്രമാണ്. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും എത്രമാത്രം നമ്മൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു, സഹോദരങ്ങളോടുള്ള നമ്മുടെ കടങ്ങൾ. ഇനി അതെത്ര വലുതായാലും അതെത്ര നിസ്സാരമാണെന്നാണ്. ഇനി ഇവൻ ശിക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കടം കൊടുക്കാത്തത് കൊണ്ടല്ല. ഇനി ഈ ദൈവത്തോട് ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കാര്യസ്ഥൻ പറയുന്നത് രാജാവിനോട്, രാജാവേ എനിക്ക് ശേഷിയില്ല, ഞാൻ വീട്ടിൽ കൊള്ളാം എന്ന് പറയുമ്പോൾ തന്നെ കരുണയുടെ നിറകുടമായ ദൈവം അവനോട് പറയുന്നത്, നീ ഇനി വീട്ടണ്ട, നീ സ്വതന്ത്രമായി പോയിക്കൊള്ളുവാണ്. ക്രിസ്തുവിൽ നമുക്ക് മാറ്റി വയ്ക്കപ്പെട്ട ആ പാപത്തിൻ്റെയും അവിടെ ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷകളുടെയും കണക്കാണത്. ക്രിസ്തുവിലാണ് നമുക്ക് ഇത് ഇളച്ചു തന്നത്. നമ്മുടെ എല്ലാ വലിയ പാപങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ പേരിൽ ദൈവം ഇളച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ തുക നമുക്ക് ഇളച്ചു തന്നിട്ടുണ്ട്. ഇനി എൻ്റെ സഹോദരനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നതുണ്ട്. എൻ്റെ സഹോദരൻ എന്നോട് ചെയ്യുന്ന തെറ്റുകൾ പോലും ഈ വലിയ എനിക്ക് ഇളച്ചു തരപ്പെട്ട ആ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഞാനത് കുറച്ച് നോക്കുമ്പോൾ അപ്പോഴും ഞാൻ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം കരുണ സ്വീകരിച്ച ഞാൻ എൻ്റെ സഹോദരനോട് എത്രമാത്രം കരുണയുള്ളവനായിരിക്കണം. പക്ഷേ ഇവിടെ ഈ ദാസന് അത് പറ്റുന്നില്ല. ആ കാര്യസ്ഥനാകട്ടെ 100 ധനാറ മാത്രം കടപ്പെട്ടിരുന്ന ആ മനുഷ്യനെ ജയിലിലിടുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാര്യസ്ഥൻ ശിക്ഷിക്കപ്പെട്ടത് ദൈവത്തോട് ചെയ്ത തെറ്റിൻ്റെ പേരിലല്ല, തൻ്റെ സഹോദരനോട് അവൻ ക്ഷമിക്കാത്തതിൻ്റെ പേരിലാണ് അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്. അപ്പോൾ പലപ്പോഴും ദൈവം നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ ദൈവം പോലും നമ്മളോട് കോപിക്കുന്നത് സഹോദരനോട് നമ്മൾ എടുക്കുന്ന ചില മാനസിക അവസ്ഥകളുടെ പേരിലാണ്. സഹോദരന്മാരോട് നമ്മൾ എടുക്കുന്ന പ്രതികാരത്തിൻ്റെ അവസ്ഥയിലാണ്. സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കാതെയും പൊറുക്കാതെയും പോകുന്ന അവസ്ഥകളിലാണ് ദൈവം പോലും ചില അവസരങ്ങളിൽ നമ്മളെ ശിക്ഷിക്കുന്നതെന്ന് അന്നത്തെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഉപമ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ, കടങ്ങൾ ഇളച്ചു തന്നതുപോലെ അവൻ്റെ വിശാലമായ ഹൃദയം നമുക്കുണ്ടാവുകയും സഹോദരങ്ങളോട് സ്നേഹത്തോട് ക്ഷമിക്കാനും നമ്മൾ തയ്യാറാകണമെന്നാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ആ ഇളച്ചു നൽകപ്പെട്ട തുക പോലെ വിശാലമായ ഒരു ഹൃദയം നമുക്ക് നൽകണമെന്ന്. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.